ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടുകളിൽ ഒന്നായി വനിതാ സംവരണ ബിൽ മാറിക്കഴിഞ്ഞു. കേവലം ഒരു നിയമനിർമ്മാണത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെയും ദേശീയ രാഷ്ട്രീയത്തിന്റെ ദിശയെയും നിശ്ചയിക്കുന്ന പ്രധാന ആയുധമായി ഈ വിഷയം മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗവും അതിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന കടുത്ത വിമർശനങ്ങളും രാജ്യത്ത് പുതിയൊരു രാഷ്ട്രീയ സംവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഫലമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. വനിതാ സംവരണ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. സംയുക്ത പ്രതിപക്ഷത്തിന്റെ ഐക്യനിരയിൽ തട്ടിയാണ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അടിതെറ്റി വീണത്. പ്രതിപക്ഷ നിരയിൽ ഐക്യം കെട്ടിപ്പടുക്കാൻ മുൻകൈ എടുക്കുന്ന കോൺഗ്രസിനെയാണ് പ്രധാനമന്ത്രി പ്രധാനമായും ലക്ഷ്യം വെച്ചത്. കോൺഗ്രസ് കാലാകാലങ്ങളായി സ്ത്രീവിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ബില്ലിനെ പരാജയപ്പെടുത്തിയതിലൂടെ അവർ തങ്ങളുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. DMK, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രമുഖ പ്രാദേശിക പാർട്ടികളെയും പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഇവയെല്ലാം കുടുംബവാഴ്ച നടത്തുന്ന പാർട്ടികളാണെന്നും സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി അവർ സ്ത്രീകളുടെ അവകാശങ്ങൾ തടയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാക്കാനുള്ള BJPയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ വിമർശനങ്ങൾ കാണപ്പെടുന്നത്. തൃണമൂലിനെയും DMKയും സ്ത്രീവിരുദ്ധമായി ചിത്രീകരിക്കുന്നതിലൂടെ ആ സംസ്ഥാനങ്ങളിലെ വനിതാ വോട്ടർമാരെ സ്വാധീനിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തർപ്രദേശിൽ വനിതാ സംവരണം ഒരു വലിയ പ്രചാരണ വിഷയമാകുമെന്ന് ഉറപ്പായി. സമാജ്വാദി പാർട്ടിയെ സ്ത്രീവിരുദ്ധരുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചാരണമായിരിക്കും BJP അവിടെ നടത്തുക. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പണ്ടുമുതലേ വനിതാ സംവരണത്തിലെ കോട്ടയ്ക്കുള്ളിൽ കോട്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇത് BJPക്ക് രാഷ്ട്രീയമായി ഗുണകരമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് മോദി ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ നിരാശയിൽ നിന്നുള്ള പ്രതികരണം എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി നടത്തിയത് രാജ്യത്തോടുള്ള സംബോധനയല്ല, മറിച്ച് കോൺഗ്രസിനെ അപഹസിക്കാനുള്ള സംബോധനയാണെന്ന് ജയറാം രമേശ് വിമർശിച്ചു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ ഭയമുള്ള പ്രധാനമന്ത്രി ഏകപക്ഷീയമായി സംസാരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങളെ പ്രതിപക്ഷം കണക്കുകൾ നിരത്തിയാണ് നേരിടുന്നത്. BJP ഭരണത്തിലുള്ള 21 സംസ്ഥാനങ്ങളിൽ നിയമസഭകളിലെ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ BJPക്ക് ഡൽഹിയിൽ മാത്രമാണ് വനിതാ മുഖ്യമന്ത്രി ഉള്ളതെന്നും എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വനിതാ പ്രാതിനിധ്യത്തിൽ മുന്നിലാണെന്നും അവർ അവകാശപ്പെടുന്നു. സ്ത്രീകളുടെ ക്ഷേമത്തെക്കാൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള BJPയുടെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ് ഈ ബില്ലും അതിനുശേഷമുള്ള പ്രചാരണ തന്ത്രങ്ങളുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പൊതുവായ നിലപാട്. 2023 നിയമത്തെക്കുറിച്ച് മിണ്ടാതെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കൂടാതെ മണ്ഡല പുനഃക്രമീകരണം സംബന്ധിച്ച് പ്രതിപക്ഷം അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാരോപിച്ച് ഈ വിഷയത്തെ ഒരു വൈകാരിക പ്രചാരണമാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ബിൽ പരാജയപ്പെട്ടത് ഒരു രാഷ്ട്രീയ വിജയമാക്കി മാറ്റാനാണ് BJPയുടെ ശ്രമം. എന്നാൽ സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് ബിൽ പാസ്സാകാതിരിക്കാൻ കാരണമെന്ന് സ്ഥാപിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വനിതാ സംവരണ ബില്ലിനെ ചൊല്ലിയുള്ള ഈ രാഷ്ട്രീയ തർക്കങ്ങൾ കേവലം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു പോരാട്ടമായി മാറുന്നത് ജനാധിപത്യത്തിന് ശുഭകരമായ സൂചനയല്ല. പ്രധാനമന്ത്രിയും BJPയും ഈ വിഷയത്തെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ഉപയോഗിക്കുമ്പോൾ മറുഭാഗത്ത് സർക്കാർ ആത്മാർത്ഥത കാണിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തുടർന്നു വരുന്ന ദേശീയ തിരഞ്ഞെടുപ്പിലും വനിതാ വോട്ടർമാരുടെ നിലപാട് നിർണായകമാകും. പാർട്ടികളുടെ വാഗ്ദാനങ്ങൾക്കപ്പുറം തങ്ങളുടെ യഥാർത്ഥ രാഷ്ട്രീയ പങ്കാളിത്തം ആഗ്രഹിക്കുന്ന സ്ത്രീ സമൂഹം ഈ രാഷ്ട്രീയ നീക്കങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സംവരണം നടപ്പിലാക്കുന്നതിലെ കാലതാമസവും സാങ്കേതിക നൂലാമാലകളും മാറ്റിവെച്ച് എല്ലാ പാർട്ടികളും ഒരേ മനസ്സോടെ സ്ത്രീ ശാക്തീകരണത്തിനായി ഒന്നിക്കുമ്പോൾ മാത്രമേ ഈ നിയമനിർമ്മാണത്തിന് പൂർണ്ണമായ അർത്ഥം കൈവരൂ. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാടുകൾ വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മറുവശത്ത് സംവരണത്തെ വൈകാരിക വിഷയമാക്കി മാറ്റാനുള്ള BJPയുടെ നീക്കം എത്രത്തോളം വിജയിക്കുമെന്ന് 2026 ഫലങ്ങൾ തെളിയിക്കും. ചുരുക്കത്തിൽ വനിതാ സംവരണ ബിൽ എന്നത് ഒരു തിരഞ്ഞെടുപ്പ് ആയുധം എന്നതിലുപരി ഇന്ത്യയുടെ ജനാധിപത്യത്തെ കൂടുതൽ പങ്കാളിത്തമുള്ളതാക്കാനുള്ള ഒരു ഉപാധിയായി മാറണം.
അധികാര വടംവലികൾക്കിടയിൽ സ്ത്രീകളുടെ മൗലികമായ രാഷ്ട്രീയ അവകാശങ്ങൾ വിസ്മരിക്കപ്പെടരുത് എന്നതാണ് ഈ സംവാദങ്ങളുടെ ആത്യന്തിക പാഠം.